നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നോമ്പൊക്കെ അങ്ങനെ ഉഷാറായി അൽഹംദുലില്ലാ രണ്ടാമത്തെ പത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് തന്നെ എല്ലാ നോമ്പും പിടിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഒരു ഉന്നക്കായുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പലഹാരമാണ്. നോമ്പ് തുറക്കൊക്കെയാണ് മിക്കവാറും ഇത് ഉണ്ടാക്കൽ. ഞാൻ എങ്ങനെയാണ് ഉന്നക്കായ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പരന്ന കുക്കർ എടുക്കുകയാണെങ്കിൽ സൗകര്യമാണ്. അപ്പോൾ അതിലേക്ക് ഒരു ഇടത്തരം പഴുപ്പായിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുക്കേണ്ടത്. വല്ലാതെ പഴുത്തതും പറ്റൂല, പിന്നെ അതേപോലെ ഒരു കരിമ്പ് പോലെ ഉണ്ടാവില്ല പച്ച, അതും പറ്റൂല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഇടത്തരം പഴുപ്പാകുമ്പോഴാണ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇനിയിപ്പോൾ കുക്കറിലേക്ക് ഞാനിതാ കുറച്ച് ഒരു മുക്കാൽ ഗ്ലാസിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊന്ന് പുഴുങ്ങിയെടുക്കാനാണ്. അപ്പോൾ ഇനി കുക്കർ തന്നെ വേണമെന്നില്ല കേട്ടോ, അടുപ്പത്ത് വെച്ച് പുഴുങ്ങിയെടുത്താലും മതി. കുക്കറാകുമ്പോൾ എളുപ്പത്തിൽ പറ്റുമല്ലോ. അപ്പോൾ ഒരു വിസിലാണ് കേട്ടോ ഞാനിവിടെ വരുത്തുന്നത്, കൂടുതലായി പോകരുത് കേട്ടോ. ഒരടുപ്പത്ത് പഴം റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് മറ്റേ അടുപ്പിലേക്ക് ഈ തേങ്ങ കുറച്ചൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 750 ഗ്രാം പഴമാണ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയാണ്, പിന്നെ അതിലേക്കൊരു ഏലക്കായ പൊട്ടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലോണം വെച്ചാൽ നമ്മൾ കറിയിലേക്കൊക്കെ ഒന്ന് വറവാകുന്ന അത്രയും വേണ്ട കേട്ടോ, ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ മതി. അപ്പോൾ പച്ച തേങ്ങ ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി ഇടുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. പിന്നെ ഇതിലേക്ക് അണ്ടി മുന്തിരിയൊക്കെ ചെറുതാക്കി അരിഞ്ഞതും കൂടി പൊരിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് വറുത്തെടുത്താലും മതി. ഞാൻ അധികം ഇങ്ങനെ തേങ്ങ മാത്രമാണ് കേട്ടോ വെക്കൽ. അധികം ആൾക്കാരും ഈ അണ്ടി മുന്തിരിയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്, അതും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ ആ തേങ്ങ പെട്ടെന്ന് തന്നെ ഇതേപോലത്തെ ഒരു കളറായി വരും. അപ്പോൾ ഏകദേശം ഒരു വറവായി വരുമ്പോൾ അടുപ്പത്തുനിന്ന് ഇറക്കി മാറ്റാം. പിന്നെ ചില ആളുകൾ ഈ കോഴിമുട്ട ഈ പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ചിക്കിയെടുക്കുമല്ലോ വേവിച്ചിട്ട്, അപ്പോൾ അതും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനേക്കാളൊക്കെ എളുപ്പം നമുക്ക് തേങ്ങയാണല്ലോ. തേങ്ങ വറവായി വരുമ്പോഴേക്കും തന്നെ പഴം പുഴുങ്ങി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് അതൊന്ന് ഉടച്ചെടുക്കണം. അത്യാവശ്യം ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ പഴം ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചൂടാറിക്കഴിഞ്ഞാൽ കല്ല് പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ ചൂടോട് കൂടി തന്നെ കൈ വെച്ചിട്ടാക്കേണ്ട, നമ്മളെന്തെങ്കിലും ഇതേപോലെ സ്മാഷറൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വെച്ച് ഉടച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, ഒരു വിസിലിൽ കൂടരുത് കേട്ടോ. പിന്നെ അത് നന്നായി ഉടച്ചൊക്കെ വരുമ്പോഴേക്കും ഏകദേശം ചൂടൊക്കെ തണഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതിലേക്ക് ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. നമ്മൾ സ്മാഷർ കൊണ്ട് ഉടച്ചെങ്കിലും എന്നാലും കട്ട വരാൻ സാധ്യതയുണ്ട്. അത് ഇതേപോലെ കുറേശ്ശായിട്ട് എടുത്തിട്ട് നമ്മളെ കൈ വെച്ചിട്ട് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. കട്ട ഉണ്ടായാൽ ഉന്നക്കായ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ കട്ടൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് വരണം. അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ നമ്മുടെ ഉന്നക്കായ നല്ല സെറ്റായിട്ട് പെർഫെക്റ്റായിട്ട് വരികയുള്ളൂ. ഇനി ഇതാ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നതിന് മുമ്പ് കുറച്ച് അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്നത്, അത് കുറച്ച് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. പത്തിരിപ്പൊടി ഒരുപാടായി പോവുകയും ചെയ്യരുത് കേട്ടോ, അതും പാകത്തിനേ പാടുള്ളൂ. ഒരുപാടായി പോയാലും ടേസ്റ്റ് കുറയും. പിന്നെ ആ അരിപ്പൊടിയിലേക്ക് മൊത്തത്തിൽ ആ പത്തിരിപ്പൊടി ഒന്ന് റെഡിയായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എല്ലാ ഭാഗത്തും ആ അരിപ്പൊടി എത്തണം. ഈ 700 ഗ്രാം പഴം കൊണ്ടും പിന്നെ ഈ ഒരു മുറി തേങ്ങ കൊണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുത്തത് 10 ഉന്നക്കായാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. പിന്നെ 10ൽ കുറഞ്ഞ് ഈ ഒന്നുകൂടി ചെറുതാക്കിയിട്ടും ഉണ്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ഒരു വലിപ്പത്തിലാണ് ഉണ്ടാക്കിയത്. ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല രീതിയിലായി കിട്ടണം കേട്ടോ ഈ പഴത്തിൻ്റെ മാവ്. പഴം ഇത്രയും സ്മൂത്തായി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനുള്ള ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ആക്കി വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ ഒരു ഉണ്ടാക്കിയിട്ട് കയ്യിൽ വെച്ച് ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നന്നായിട്ടൊന്ന് നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടി വെച്ചാൽ ആ രൂപത്തിലേക്ക് പരത്തിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ തേങ്ങേൻ്റെ മിക്സ് വെച്ച് കൊടുക്കുന്നത്. ആ പരത്തിയെടുത്തതിലേക്ക് എത്രയാണോ നമുക്ക് ഇടാൻ പറ്റുന്നുള്ള സ്പേസ് ഉള്ളത് എന്നാൽ അത്രയും അതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ സ്പൂണ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ ഉള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഭാഗത്തേക്ക് അമർന്ന് നിൽക്കുമല്ലോ. പിന്നെ അതാ ഈ രണ്ടറ്റവും ഇതേപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി നീളത്തിൽ തന്നെയാണ് കേട്ടോ ഉരുട്ടിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ 1-2 ഉന്നക്കായ ഇതേപോലെ റെഡിയാക്കി വരുമ്പോഴേക്കും നമ്മളത് പഠിച്ചിരിക്കും. വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഈ ഒരു ഷേപ്പാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ രണ്ടറ്റവും ഇതേപോലെ തന്നെ നന്നാക്കി ഉരുട്ടിയെടുത്താൽ നല്ല കാണാനും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും, ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ രൂപത്തിലല്ല, അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും ആ ഒരു പഴം റെഡി ആവുന്നതൊക്കെയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കൈ വെച്ച് നന്നായി ഉരുട്ടി നല്ല പാകത്തിനുള്ളതായാൽ കാണാനും നല്ല ഭംഗിയല്ലേ.
പിന്നെ അത് ആ 10 ഉന്നക്കായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വലിപ്പം വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് വലിപ്പം ഒന്ന് കുറയും കേട്ടോ. വലുതായ രീതിയിലല്ല, എന്നാലും ഒരു ചെറിയൊരു ഇത്ര തന്നെ ഒരു വലിപ്പം കാണൂല. പിന്നെ ഇതാ ഉന്നക്കായൊക്കെ ഉരുട്ടി റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിതാ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഉന്നക്കായ് പൊരിക്കാനായിട്ട് ഇടാൻ പാടുള്ളൂ. അപ്പോൾ തീ വല്ലാതെ കുറഞ്ഞു പോയാൽ ഉന്നക്കായ് പെട്ടെന്ന് റെഡിയായി കിട്ടൂല കേട്ടോ. അപ്പോൾ ഒന്ന് വേവുകയില്ല. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഈ അടുപ്പൊന്ന് കത്തിക്കേണ്ടത്. പിന്നെ അതാ നമ്മൾ ചട്ടകം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ ഇടലിട്ടിട്ട് കുറച്ച് കഴിഞ്ഞ വരെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ബ്രൗൺ കളർ ആവുന്ന വരെയാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ആ ബ്രൗൺ ആവാത്ത ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് റെഡിയായി കിട്ടുന്ന വരെ ഒന്ന് പൊരിച്ചെടുക്കണം. ഉന്നക്കായ കോഴിക്കോട്ടുകാർ മാത്രമല്ല കേട്ടോ, എല്ലാ നാട്ടുകാരും ഒക്കെ ഇപ്പം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് എന്നൊക്കെ പറയുമ്പോൾ അത് കോഴിക്കോട്ടുകാർ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. ഫസ്റ്റായിട്ടൊക്കെ ഞാൻ അങ്ങനെയാണ് കണ്ടത്. ഇപ്പോൾ പിന്നെ എല്ലാ നാട്ടുകാരും നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാ പലഹാരങ്ങളും എല്ലാ നാട്ടുകാരും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇന്ന നാട്ടിൽ എന്നുള്ള അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലെയാണ് കേട്ടോ ഉന്നക്കായ റെഡിയാക്കേണ്ടത്. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.